മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്കാണത്. തൻ്റെ പ്രിയപ്പെട്ടവളോട് പറയാണ്, മോളെ, എൻ്റെ ദീൻ പൂർത്തിയാകണമെങ്കിലേ എനിക്ക് നിന്റെ തൃപ്തി വേണം. എല്ലാ മനുഷ്യരും എനിക്ക് അനുകൂലമാണ്, നീ എനിക്കെതിരാണെങ്കിൽ എനിക്ക് അള്ളാന്റെ സ്വർഗം കിട്ടൂല. ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച്? നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഉത്തമനാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന മാന്യനായ മനുഷ്യനാണ്. എന്നാൽ വീട്ടിലേക്ക് വന്നാൽ ഈ മാന്യതയൊന്നുമില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. പ്രിയപ്പെട്ടവളോടൊന്ന് ചിരിക്കാത്ത, അവരെ ചേർത്ത് പിടിക്കാത്ത ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് അവരുടെ പൊരുത്തമില്ല. പുണ്യനബി പറഞ്ഞില്ലേ, നിങ്ങളിൽ ഉത്തമൻ ആരാണ്? പ്രിയപ്പെട്ടവൾ പറയണം ഇവനൊക്കെയാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ പൊരുത്തം മാത്രം പോരാ, ഭാര്യയുടെ പൊരുത്തമില്ലാത്ത ഭർത്താവിന് എങ്ങനെയാണ് സ്വർഗം നേടാൻ കഴിയുക? പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്ക്. Who comes first, my wife or my mother? That's a question that everybody asks. Many people think it's your mother because you know what? Heaven lies at her service and so much more, and she gave birth to you and she looked after you and everything, and your wife only came later on in your life and so on and so forth. However, that answer is not accurate. You need to know who comes first. Well, I tell you, both of them come first. You might say, what if there's a dispute? Let me explain. The love that you have for your mother is very different from the love that you have for your wife. Any mothers out there who are listening to me today, your son will love his wife so much, but that love is not stealing from yours, not taking from you. He might not be able to spend as much time with you. Be happy for him. Be excited that he's getting along and moving on with his own life. Subhanallah. Who comes first? My പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയാണ്. എല്ലാവർക്കും ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയാണ്. എല്ലാവർക്കും അസൂയാണ്. എന്റെ കാരണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അസൂയ വെക്കുന്നു. പണത്തിലേക്ക് നോക്കിയിട്ട്, വീട്ടിലേക്ക് നോക്കിയിട്ട്, വാഹനത്തിലേക്ക് നോക്കിയിട്ട്, സൗന്ദര്യത്തിലേക്ക് നോക്കിയിട്ട്, കെട്ടിയ ഭാര്യയിലേക്ക് നോക്കിയിട്ട്, മക്കളിലേക്ക് നോക്കിയിട്ട്, ഏത് കാര്യത്തിലേക്ക് നോക്കിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ വെക്കുകയാണ്. ഈ അസൂയ വെക്കുന്നതിലൂടെ നമുക്ക് എന്ത് നേട്ടമാവുള്ളേ? അള്ളാന്റെ തീരുമാനം എനിക്കുള്ളതെനിക്ക്, നിങ്ങൾ ഓരോരുത്തർക്കും അള്ളാഹു നിങ്ങളുടെ ഉണർന്നപ്പോ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കല്ലാതെ എനിക്ക് കിട്ടുമോ? നിങ്ങൾക്ക് എഴുതി വെച്ചതല്ലേ എനിക്ക് കിട്ടുമോ? എനിക്ക് എഴുതി വെച്ചത് നിങ്ങൾക്ക് കിട്ടുമോ? എന്റെ പൈസ നിനക്ക് കിട്ടത്തില്ല, നിന്റെ പൈസ എനിക്ക് കിട്ടത്തില്ല. എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അത് അള്ളാന്റെ തീരുമാനമല്ലേ? അള്ളാന്റെ തീരുമാനം അംഗീകരിക്കാത്തത് ധിക്കാരമല്ലേ? അവന് മാത്രം കൊടുത്ത ചിന്തിക്കാറുണ്ടല്ലോ. എന്തെല്ലാം വലിയ പരീക്ഷണമാണ് പടച്ചവനെ. കൂട്ടായിര പരിസരത്തുള്ള സഹോദരൻ കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോ ആ മനുഷ്യനൊന്ന് വീണതാ. പടച്ചവനെ, 2 ദിവസം കൂടുമ്പോ 1 ലക്ഷം രൂപ വേണം. ഒരു ബോധവുമില്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കുടുംബം വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹുവേ, ശിവ കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. നീ കണ്ടിട്ടില്ലാത്ത കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയം നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോ സുബ്ഹാനല്ലാഹ്, അത് മനസ്സിനും അനുഭൂതി എന്നറിയുമോ? ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ തന്നെ ആ കഅബാലയം തന്റെ കണ്ണിന്റെ മുന്നിൽ ആദ്യമായിട്ട് കാണുമ്പോ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആർക്കും കൊടുക്കാതെ, ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും കൊടുക്കാതെ നീ കൂട്ടിവെച്ചിരിക്കുന്നത് നിനക്ക് മരുന്ന് വാങ്ങാനാണെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അല്ല നിനക്ക് രോഗം തന്നിട്ട് നിന്നെ വിപ്പിക്കൂടാ സർവ്വത്. നീ ഇവിടെ കിടന്നുണ്ടാക്കിയത് മുഴുവനും വിറ്റു പറക്കിയിട്ട് സംഘടനകളുടെ മുന്നിൽ പോയി അപേക്ഷ കൊടുത്തിരിക്കുന്നൊരവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. ആരാ പറഞ്ഞത്? എന്റെ അബൂബക്കറിന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചിട്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെയും ഈമാൻ വെച്ച എന്റെ അബൂബക്കർ ജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ അബൂബക്കർ തങ്ങളാ പറഞ്ഞേ, ഇത് മരുന്ന് വാങ്ങാനുള്ള പൈസ അമ്മനെ വെച്ചോ. 7 അല്ലാഹ് എപ്പോഴാ കബറടക്കേണ്ടത്? ഇസ്ലാമിന്റെ നിയമം എങ്ങനെ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര സമയം വെക്കാം? എത്ര നേരം വെക്കാം? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര? അത് ഗൾഫിലൊക്കെ, സൗദിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമപ്രകാരം 2 വഖത്തുകൾ. എത്ര വഖത്ത്?
ലുഹറിന് മരിച്ചു, അപ്പൊ എപ്പോ ഖബറടക്കണം? ലുഹറിന്റെ സമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ മഗ്രിബിന്റെ മുമ്പ് ഖബറടക്കണം. 2 വഖത്തിന്റെ സമയം. നമ്മളോ ഗൾഫിൽ കിടക്കുന്നവൻ വരാൻ വേണ്ടി വെച്ചോണ്ടിരിക്കുന്നവരാ. ഗൾഫിൽ കിടക്കുന്ന ഇപ്പൊ അൽഹംദുലില്ലാ അങ്ങനൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കല, ഈ സമയം നല്ലത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കുക. കദ്ദിമൂനി കദ്ദിമൂനി, എന്നെ ഒന്ന് വിടടാ സ്വർഗത്തിലേക്ക്, എന്നെ ഒന്ന് വിടടാ എന്ന് നല്ലവര് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ